Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, miss. It's Alagam. It's all. Yes. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ആപ്ലിക്കേഷൻ ഫോമിന്റെ ഡെഫിനിഷൻ വരെയാണല്ലോ എടുത്തത്. എന്തൊക്കെയുണ്ടാവും ആപ്ലിക്കേഷൻ ഫോമില് പറയാൻ പറ്റുമോ? പറഞ്ഞെങ്കിൽ ഡെഫിനിഷനിൽ എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? എന്തൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക? പറഞ്ഞോ. കാൻഡിഡേറ്റിന്റെ ക്ലിയർ ആവുന്നുണ്ടോ? പറഞ്ഞേ. ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്ത് കൊടുക്കും അല്ലെ? എന്തൊക്കെ ഡീറ്റെയിൽസ്? ഡീറ്റെയിൽസ് അവരുടെ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, പേര്, അഡ്രസ് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കും. സ്കൂളിംഗ് എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമില് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നോക്കാം കേട്ടോ. പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം. എന്താണ് പർപ്പസ് എന്ന് പറഞ്ഞാല്? എന്താ മീനിങ് പർപ്പസ്? പർപ്പസിന്റെ മീനിങ് എന്താ? പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോംസ്. ആവശ്യകത അല്ലെ? ആവശ്യകതകള്, ആപ്ലിക്കേഷൻ ഫോമിന്റെ ആവശ്യകതകള് എന്തൊക്കെയാണ്? ആപ്ലിക്കേഷൻ ഫോമില് കാൻഡിഡേറ്റിന്റെ നെയിം, ഇന്റർവ്യൂ ഡേറ്റ്, അഡ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെരി ഗുഡ്. ഇനി നമുക്ക് നോക്കാം പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോംസ്. ആവശ്യകതകൾ, ആപ്ലിക്കേഷൻ ഫോമിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വണ്ണാണ് പ്രൊവൈഡ് TCS and factual information. എന്താണ്? Pre-screening of candidates is the main purpose of an application form. ഫസ്റ്റ് അല്ലെ? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പരിശോധനയാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർവ്യൂവിനെ അവർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവിടെ പോയിട്ട് ആപ്ലിക്കേഷൻ ഫോം ആണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ ആദ്യ പരിശോധനയാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ആദ്യ പരിശോധന. Through application forms, the candidates contact information, educational background, reference. ഇനി എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. Candidates contact information, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ? എഡ്യൂക്കേഷണൽ, അദ്ദേഹം എങ്ങനെയൊക്കെയാണ് പഠിച്ചിരിക്കുന്നതിന്റെ കാര്യങ്ങള്, 10 അതുപോലെ +2 ഡിഗ്രി ആണെങ്കിൽ, PG ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങള്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. റഫറൻസ് അല്ലെ? റഫറൻസ് എന്തായിരിക്കും? എന്താണ് റഫറൻസ് എന്ന് പറഞ്ഞാല്? വിഷ്ണു, റഫറൻസ് എന്തായിരിക്കും? എന്താണ്? നമ്മളിപ്പോ വേറൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ, പ്രീവിയസ് ജോബിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അല്ലെ? ഇനി എഡ്യൂക്കേഷൻ, അപ്പൊ നമ്മള് എന്താണ് ഇപ്പൊ ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് റഫറൻസ് അല്ലെ? നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ, എങ്ങനെയായിരുന്നു, ജോബിന്റെ കാര്യങ്ങൾ, ഇപ്പൊ വേറൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് റഫറൻസിൽ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ എംപ്ലോയി ഹിസ്റ്ററി. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ പാരഗ്രാഫ്.
ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ പാരഗ്രാഫ്? നമ്മൾ അപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കാം? കോണ്ടാക്ട് ഇൻഫോർമേഷൻ ഉണ്ടാവും, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, റെഫറൻസ്, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി. അതൊക്കെ ആരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? എംപ്ലോയർ അല്ലെ? എംപ്ലോയർ ആരാണ്? എംപ്ലോയർ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന വ്യക്തിയല്ലേ, അല്ലെങ്കിൽ തൊഴില് ദാതാക്കള് ഇല്ലേ? അങ്ങനെ പറയാം അല്ലെ? വെരി ഗുഡ്. അവരെയാണ് നമ്മള് എംപ്ലോയർ എന്ന് പറയുന്നത്. നമ്മുടെ വിവരങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇനി application forms also provide the various additional information to employers such as job related skills, salary requirements of the applicants, and whether the applicants available for part-time job or full-time, as well as hours of availability. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിലുണ്ടാവും, അപ്ലിക്കേഷൻസ് ഫോംസിൽ ഉണ്ടാവും അല്ലെ? എന്തൊക്കെയാണ്? സാലറി റിക്വയർമെന്റ്സ് അല്ലെ, സാലറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ റിലേറ്റഡ് സ്കിൽസുകൾ നമുക്ക് എന്തൊക്കെയാണുള്ളത്, അതുപോലെ തന്നെ ജോബ് എങ്ങനെയാണ്, പാർട്ട് ടൈം ആണോ അല്ലെങ്കിൽ ഫുൾ ഡേ ആണോ, അതുപോലെ തന്നെ അവേർലി ആണോ, എന്നൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഉണ്ടാവും ഇതിനകത്ത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ ഫോമിൽ ഉള്ളത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഫസ്റ്റ് പാരഗ്രാഫ് പോയിന്റ് എന്താണെന്നുള്ളത് ഓക്കെ അല്ലേ? വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. കാൻഡിഡേറ്റ്സ്, കോണ്ടാക്ട് ഇൻഫോർമേഷൻ ഉണ്ടാവും, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, റഫറൻസ്, എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി, ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ജോബ് റിലേറ്റഡ് സ്കിൽസ്, സാലറി റിക്വയർമെന്റ്സ്, അതുപോലെ പാർട്ട് ടൈം ജോബോ ഫുൾ ടൈം ജോബ് ആണോ, അവർലി ബേസിസ് ആണോ, എന്നൊക്കെ നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യേണ്ടതായിട്ട് കേട്ടോ. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കും. ഇനി നെക്സ്റ്റ് ആണ് ടു പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു ദ അപ്ലിക്കന്റ്. നോക്കിക്കോളൂ. Personal information and individual privacy has been protected by law since the establishment of Title 7 of the Civil Rights Act 1964. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. സിവിൽ റൈറ്റ്സ് ആക്ട് 1964, ടൈറ്റിൽ 7 ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. അപ്പൊ എന്താണ് ഈ ടൈറ്റിൽ 7 ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് പ്രകാരം പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയാലും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പ്രൈവസിക്കും അവര് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ റൈറ്റ് കേട്ടോ, പേഴ്സണൽ ഇൻഫർമേഷനും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പ്രൈവസി. ഇൻഡിവിജ്വൽ പ്രൈവസി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകാര്യത അല്ലെ? ഇൻഡിവിജ്വൽ പ്രൈവസിക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. ഏത് ആക്ട്? സിവിൽ റൈറ്റ് ആക്ട്. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇറ്റ് ഈസ് not correct to use a job application form that is more than a few years old. ഇപ്പോ ഒരു നമ്മള് ഇന്റർവ്യൂ നടത്തുമ്പോൾ നമ്മൾ അവര് ചോദ്യം ചോദിക്കാറുണ്ട് അല്ലെ? എംപ്ലോയർ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മളിപ്പോ പഠിച്ച എന്താണ്, ഇപ്പൊ ബികോം ആണെങ്കിലും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് അല്ലെ? ചോദിക്കാറില്ലേ? അപ്പോ അങ്ങനെ ചോദിക്കുമ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാനായിട്ട്. ഇപ്പോ പഴയ 5 വർഷത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കരുത്, ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാനായിട്ട്. അതാണ് ആ സെന്റൻസിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഇത് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ചോദിക്കാനായിട്ട്. The questions that were asked 5 years ago are not legally acceptable. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഈ പഴയ ചിലപ്പോ കഴിഞ്ഞ 5 വർഷത്തിലെ ക്വസ്റ്റ്യൻസ്, പഴയ കാല 5 വർഷത്തിലെ ക്വസ്റ്റ്യൻസ് എന്താണ്? ലീഗലി നോട്ട് ലീഗലി ആക്സെപ്റ്റബിൾ ആണ്. അപ്പൊ എന്താണ് പറയുന്നത്? ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം. പഴയ കാലത്തിലെ അല്ലെങ്കിൽ പഴയ 5 വർഷത്തിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രാബല്യത്തിൽ അല്ലെങ്കിൽ എന്താണ് അവരെ അക്സെപ്റ്റബിൾ ചെയ്യുന്നില്ല. എന്നിരുന്നാൽ കൂടിയും ഇവിടെ എന്താ ചെയ്യുന്നത്? റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം അവര് ചോദിക്കാനായിട്ട്. അതാണ് ഈ ലോയില് പറയുന്നത്.
ഇനി എന്താണ് ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ. ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ പ്രകാരം എന്താണ് കൊടുത്തിരിക്കുന്നത്? Based on federal legislation provided guidance to employers on what information can be requested from the candidate so as to avoid prejudice based on sex, race, religion, color, national origin, age, disability or genetic information. അപ്പോ ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ പ്രകാരം എംപ്ലോയേഴ്സിന് കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ അവർ നൽകുന്നുണ്ട്. എംപ്ലോയർ ആരാ? എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത് ആരാ? എംപ്ലോയർ ആരായിരിക്കും? ആരായിരിക്കും എംപ്ലോയർ? HR. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമ്മളെ ഇന്റർവ്യൂല് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളുണ്ടാവുമല്ലോ. ഓക്കെ, കമ്പനി മാനേജർ ആവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അവരാണ് തൊഴില് തരുന്ന ആള്. ഓക്കെ, ഏറ്റവും ഉച്ച രീതിയിൽ പറയാം നമുക്ക്. ഈ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, തൊഴിലുള്ള അപ്പൊ അവര് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ ആര് കൊടുക്കുന്നുണ്ട്? ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണം ആളുകളോട് ചോദിക്കാനായിട്ട്? നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന കാൻഡിഡേറ്റ്സിനോട് ഏതെല്ലാം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കേണ്ടത്? മനസ്സിലായോ? ഓക്കെ, അപ്പോ അവർക്ക് കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ ആരാണ് നൽകുന്നത്? ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ ആണ് നൽകുന്നത്. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇരിക്കുന്ന കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുന്നത്? അതിനെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അവര് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ സെക്സ്, റിലീജിയൻ, അതുപോലെ റേസ്, കളർ തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ട ഇതിനെ പറ്റിയുള്ള മുൻധാരണകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മള്. To provide legal protection to the applicant. രണ്ട് കാര്യങ്ങള് മെയിൻ ആയിട്ട് അതിൽ നോക്കേണ്ടതുണ്ട്. Title 7 of Civil Rights Act 1964 1960 പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ആ ആക്ടിൽ പറയുന്നത്? അറിയാൻ പറ്റുമോ? ആക്ടിൽ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മള് കഴിഞ്ഞ 5 വർഷത്തെ അല്ലെ, പഴയ 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ ഇപ്പോഴുള്ള റെലവൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ പ്രകാരം എംപ്ലോയേഴ്സിനെ കുറിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. തൊഴിൽ ഉടമയ്ക്ക് അല്ലെങ്കിൽ തൊഴിൽ ദാതാവിന് മാർഗനിർദ്ദേശങ്ങൾ ഈ ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ടാണ് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ സെക്സ്, റൈസ്, റിലീജിയൻ, കളർ തുടങ്ങിയവയെ പറ്റിയുള്ള എന്താണ് മുൻധാരണകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടു ഫെസിലിറ്റേറ്റ് ഇഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ. For enabling productive interview, the employers make the use of background information gathered with the help of application form. ഈ അപ്ലിക്കേഷൻ ഫോമിലൂടെ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവ്യൂ നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. ആരെ സഹായിക്കുന്നത്? അപ്ലിക്കേഷൻ ഫോമിലൂടെയാണ് അത് കണ്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് എംപ്ലോയേഴ്സിനെ സഹായിക്കുന്നുണ്ട്. എന്താണ്? അപ്ലിക്കേഷൻ ഫോംസ് help in providing the unfiltered version of the applicant's work history and experience to the employers. ഇനി അപ്ലിക്കേഷൻ ഫോമിലൂടെ നമുക്ക് എന്താണ് ഒരു ജെനുവിൻ ആയിട്ടുള്ള അല്ലെ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത് അല്ലെ. അപ്ലിക്കേഷൻ ഫോമിൽ എന്താണ് സത്യസന്ധമായിട്ടുള്ള അയാളെ കുറിച്ച് ഫില്ല് ചെയ്താണല്ലേ കൊടുക്കുന്നത്. അപ്പോ
ആരെങ്കിലും ഇപ്പൊ നല്ല രീതിയിൽ അയാൾക്കുള്ള ക്വാളിറ്റീസ് എന്താണ്, അയാൾക്കുള്ള സ്കിൽ എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ സ്കിൽ എന്താണ്, നമ്മുടെ ക്വാളിറ്റീസ്, നമ്മുടെ എബിലിറ്റി, അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്താണ്, ആ കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള റെലവെന്റ് ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഏതിനകത്ത് ഉണ്ടാക്കുന്നത്, ഏതിലുണ്ടാക്കുന്നത്, അപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാക്കുന്നത്. അതാണ് അവിടെ പറയുന്നത് കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഈ അപ്ലിക്കേഷൻ ഫോമിലൂടെ ലഭിക്കുന്നുണ്ട്. ഇനി എന്താണ്, അപ്ലിക്കേഷൻ ഫോം ആർ യൂസ്ഡ് ടു gather such information as it is easy for the candidate to exaggerate resumes. Exaggerate എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിപുലീകരിക്കുക കേട്ടോ, വിപുലീകരിച്ച് പറയുക. വിപുലീകരിച്ച് പറയുക. അപ്പൊ ഈ റെസ്യൂംസിലൂടെ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഫോംസിലൂടെ കാൻഡിഡേറ്റ്സിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അത് ലഭിക്കുന്നുണ്ട് അല്ലെ, എല്ലാ കാര്യങ്ങളുടെയും ഇൻഫർമേഷൻ ലഭിക്കുന്നതോടൊപ്പം തന്നെ അവരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്, അവരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വിപുലമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്ലിക്കേഷൻ ഫോം ensures that everyone is on an equal footing as all the applicants are asked about the same information. അപ്പോ നമ്മളിപ്പോ ഒരു എംപ്ലോയി ഉണ്ടാവുക, നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോ എല്ലാ പേഴ്സൺസിനെയും, അവിടെ വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനെയും നമ്മള് സെയിം ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് അല്ലെ, ആണോ? അങ്ങനെയാണോ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഈക്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ, ഒരുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ കൊടുക്കുന്നത്. സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അവരിൽ നിന്ന് കിട്ടുന്ന ആൻസർ എങ്ങനെയാണ് അല്ലെ, അവരുടെ സ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ടാണ് അതിൽ നിന്ന് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ കിറ്റ് ചെയ്യുന്നത് അല്ലെ, നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് ഇല്ലേ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അവരിൽ നിന്ന് കിട്ടുന്ന ആൻസർ നമ്മൾ നോക്കി വിലയിരുത്തി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കമ്പനിയിലേക്ക് ഇവർ യോജിച്ചതാണോ എന്നുള്ളത് നോക്കി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇല്ലേ. ഓക്കെ, application forms are used by employers in order to rapidly identify the problems. ഇനി നമ്മളിങ്ങനെ അപ്ലിക്കേഷൻ ഫോംസിലൂടെ ഓരോ ആളുകളെ സെലക്ട് ചെയ്യുമ്പോഴും അതിലൊരു പ്രോബ്ലംസ് ഉണ്ട്, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കി, ലൈക്ക് ജോബ് ഹോപ്പിംഗ്, criminal history and ineligibility to work in the country. A problems on mark ചെയ്തു വെച്ച്. ഓക്കെ, എന്തൊക്കെ പ്രോബ്ലംസ് ആണ്? ലൈക്ക് ജോബ് ഹോപ്പിംഗ് അല്ലെ, എന്താണ്, എങ്ങനെയുള്ള ജോബാണ് അവര് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ജോബ് ഹോപ്പിംഗ് എന്ന് പറഞ്ഞാല്? അവര് എങ്ങനെയുള്ള ജോബാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രിമിനൽ ഹിസ്റ്ററി എന്തായിരിക്കാം? ക്രിമിനൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? പറഞ്ഞു നോക്കി. ക്രിമിനൽ ഹിസ്റ്ററി അറിയാൻ പറ്റുമല്ലോ, ആ വാക്കിൽ തന്നെ ഇല്ലേ? സ്മിത ഇത് പറഞ്ഞു നോക്കിയേ. കേസ് ഒക്കെ ഉള്ളത്, പോലീസ് കേസ് അല്ലെ, അങ്ങനെയാണ് എന്ത് ഈ ക്രിമിനൽ ഹിസ്റ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. പോലീസ് കേസ് ഉണ്ടോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത്. ഇനി എന്താണ്? ആൻഡ് ഇന്റലിജിബിലിറ്റി ടു വർക്ക് ഇൻ ദ കൺട്രി. കൺട്രിയില്, നമ്മുടെ കൺട്രിയില് വർക്ക് ചെയ്യാനായിട്ടുള്ള ഇന്റലിജിബിലിറ്റി ഉണ്ടോ? ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 3 പ്രോബ്ലംസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മള് എന്താണ് ആപ്ലിക്കേഷൻ ഫോം നോക്കി ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ജോബ് ഹോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏത് തരത്തിലുള്ള ജോബാണ് അവര് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടോ, നമ്മുടെ കൺട്രിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഇന്റലിജിബിലിറ്റി അയാൾക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റിൽ വല്ല ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ?
നെക്സ്റ്റ് ആണ് വെരിഫിക്കേഷൻ. വെരിഫിക്കേഷൻ നോക്കാം കേട്ടോ. An employment application form differs from a resume. It is a legal document signed by applicant by certified that true and correct information is provided by them. എന്താണ് സാധാരണ റെസ്യൂമിൽ നിന്നും ഡിഫറൻസ് ആയിരിക്കും ഇത് അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. എന്തായിരിക്കാം അങ്ങനെ പറയാനുള്ള കാരണം? പറയാൻ പറ്റുമോ? എന്തായിരിക്കാം അപ്ലിക്കേഷൻ ഫോം റെസ്യൂമിൽ ഡിഫറൻസ് ആണ് എന്ന് പറയാനായിട്ടുള്ള കാരണം? ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തവർക്ക് അറിയാൻ പറ്റും എന്താ ഡിഫറൻസ് എന്ന് റെസ്യൂമിൽ അപ്ലിക്കേഷൻ ഫോമും തമ്മില്. വെരി ഗുഡ്. എന്താണ് നമ്മള് ഡിഫറൻസിന്റെ കാരണം എന്താണെന്നാണ് മിസ് ചോദിച്ചത്? എന്താണ് നമ്മൾ സൈൻ ചെയ്തിട്ടല്ലേ അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത്? അവിടെ കൊടുക്കാറുണ്ടോ? അപ്ലിക്കേഷൻ ഫോമില് നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സൈൻ ചെയ്യാറുണ്ട് അല്ലെ? റെസ്യൂമിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് കൊടുക്കോ? കൊടുക്കാറുണ്ടോ റെസ്യൂമില്? ഡേറ്റ് ആൻഡ് പ്ലേസ് കൊടുക്കാറുണ്ട്. എന്തിലാണ്? അപ്ലിക്കേഷൻ ഫോമിൽ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ അപ്ലിക്കേഷൻ ഫോമും റെസ്യൂമെയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മളെ എല്ലാ ക്വാളിറ്റിയും എല്ലാ അഡ്രസ് സംഭവങ്ങളൊക്കെ നമ്മൾ എഴുതാറുണ്ടെന്നിരുന്നാൽ കൂടിയും ലാസ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻ ഫോമിൽ എന്ത് ചെയ്യാറുണ്ട്? നമ്മള് ഡിക്ലറേഷൻ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ സൈൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഡിഫറൻസ് ആണെന്ന് പറയാനുള്ള കാരണം. A paragraph on most application form provides warning that omissions or false information on the from form may result in the application being rejected or the employee being fired. എന്താ പറയുന്നത്? നമ്മള് അപ്ലിക്കേഷൻ ഫോമിൽ എന്ത് ചെയ്യും? നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കും അല്ലെ? ഇനി അതിനകത്ത് നമ്മൾ എഴുതുന്ന ഇൻഫർമേഷൻസ് കറക്റ്റ് അല്ല എങ്കിൽ എന്താണ്? ചിലപ്പോ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള സ്കില്ല് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഇത്രയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ എഴുതി കൊടുക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഫേക്ക് ആയിട്ട് എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അപ്ലിക്കേഷൻ ഫോമില് നമുക്ക് ഇല്ലാത്തൊരു കാര്യം എഴുതി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? എന്താ സംഭവിക്കാം? റിജക്ട് ചെയ്യപ്പെടും അല്ലെ? കമ്പനിയിൽ നിന്ന്. ഓക്കെ, കമ്പനിയിൽ നിന്ന് അങ്ങനെ എന്താണ് നമ്മൾക്ക് കമ്പനിക്ക് കൊടുക്കുന്ന അപ്ലിക്കേഷൻ ഫോമില് നമുക്ക് ഇല്ലാത്തൊരു കാര്യം ഇതെന്ന് പറഞ്ഞ് എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ അപ്ലിക്കന്റിനെ അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റിനെ നമുക്ക് റിജക്ട് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? കമ്പനിക്കുണ്ട്. ഓക്കെ, in addition application forms may contain statement giving hearing employers permission for examining records, conducting background or credit checks, and examine the conduct reference and previous employees. ഇത് നമ്മള് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ജോലി വേണ്ടാന്ന് വെച്ചിട്ട് നമ്മള് വേറൊരു വാക്കൻസി കണ്ടപ്പോ അവിടെ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കും. അവിടെ നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചു. ഓക്കെ, മനസ്സിലായോ? എക്സാമ്പിൾ മനസ്സിലാക്കാം കേട്ടോ. ആ സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ് മിസ് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തു. അവിടെ നിന്ന് ജോലി വേണ്ടാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താല വേണ്ടാന്ന് വെച്ച് നമ്മള് വേറൊരു ഓർഗനൈസേഷനിൽ വാക്കൻസി കണ്ടപ്പോ അവിടേക്ക് അപ്ലൈ ചെയ്തു. അവരെ നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചു. അത് കഴിഞ്ഞപ്പോ ഈ നമ്മള് ഇന്റർവ്യൂ എടുക്കുന്ന അദ്ദേഹം, അതിനെ ആരാ പറയുന്നത്? അദ്ദേഹത്തെ പറയുന്ന പേരെന്താണ്? എംപ്ലോയർ അല്ലെ, തൊഴിലുടമ.
ഈ എംപ്ലോയർക്ക് നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാം? എന്താ കൊടുക്കാം? എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കും നമ്മള്? അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെ കൊടുക്കും? സർട്ടിഫിക്കറ്റ്സ് കൊടുക്കും. ഓക്കെ, റെസ്യൂം കൊടുക്കും. പിന്നെ നമ്മൾ മുൻപ് വർക്ക് ചെയ്ത എന്താണ് എക്സ്പീരിയൻസ് കൊടുക്കും അല്ലെ? എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലെ? എക്സ്പീരിയൻസ് കൊടുക്കും. അപ്പൊ എല്ലാം കൊടുക്കുമ്പോ ഇത് കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് കറക്റ്റ് ആണോ? റെഫറൻസ് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ? അവിടെ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ വർക്ക് ചെയ്ത ആളോട് വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാന്നുള്ള ഒരു പെർമിഷൻ, അല്ലെങ്കിൽ എന്താണ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാറുണ്ട് ഇല്ലേ? നമ്മൾ മുൻപ് വർക്ക് ചെയ്ത സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ആ തൊഴിലുടമയോട് എല്ലാം. അതാണ് അവിടെ പ്രീവിയസ് എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് പോയിന്റിലെ കണ്ടോ? പ്രീവിയസ് എംപ്ലോയേഴ്സ്. അവിടെ വർക്ക് ചെയ്ത, ഞാൻ ആദ്യം വർക്ക് ചെയ്ത എംപ്ലോയേഴ്സ്, ആ ഓർഗനൈസേഷനിലെ തൊഴിലുടമയോട് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റ് ആണോ, അല്ലെങ്കിൽ എന്റെ വർക്കിംഗ് എബിലിറ്റി എങ്ങനെയാണ്, എന്റെ എക്സ്പീരിയൻസ്, ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ബിഹേവിയർ, ഇതൊക്കെ അയാളോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലേ? ഇല്ലേ? അറിയാനായിട്ട് പറ്റും. ചിലവരൊക്കെ എക്സാമ്പിൾ പറയാം, ചിലവരൊക്കെ ഇപ്പൊ ഫേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് വരില്ലേ? ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ വെരിഫിക്കേഷനിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഈ 4 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞെങ്കിൽ കമന്റ് ഇടാം കേട്ടോ. നിങ്ങളുടെ ഡോക്യുമെന്റ് ചോദിച്ചു. ഓക്കെ ആണോ? ആ വായിച്ചു കഴിഞ്ഞവരിനെ കണ്ടൻസ് ഇൻ അപ്ലിക്കേഷൻ ഫോം ഒന്ന് വായിച്ചു നോക്കിയേ. എളുപ്പമാണ് ആ പോയിന്റ്സ്, പറയാവുന്ന കാര്യങ്ങൾ തന്നെ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, ഓരോരുത്തരായിട്ട് പറഞ്ഞു നോക്കിയാൽ എന്നിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. ഓരോരുത്തര് ഞാൻ അവരുടെ പേര് വിളിക്കാം. പറഞ്ഞു തരാം. ഇതാണ് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായത്, ഓരോ പോയിന്റ്സ് കഴിയുമ്പോൾ കേട്ടോ.
കണ്ടൻസ് വായിച്ചു നോക്കാം കേട്ടോ. കണ്ടൻസ് ഇൻ ആപ്ലിക്കേഷൻ ഫോം. Okay. Information is generally required on the following items in the application form. Application form ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, വർക്ക് എക്സ്പീരിയൻസ്, സാലറി, പേഴ്സണൽ ഐറ്റംസ്, റഫറൻസ് ഇല്ലേ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കാറ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇൻഫർമേഷൻ. അഭിൻഷ ഇത് വായിക്കുമോ? അത് ഇതൊക്കെ പറഞ്ഞു നോക്കിയേ, മനസ്സിലായി എന്ന് പറഞ്ഞാല് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. അൺമ്യൂട്ട് ആക്കുന്നുണ്ട്. അൺമ്യൂട്ട് ആക്കട്ടെ. ഓക്കെ, വായിച്ചോളൂ, ആ പോയിന്റ് വായിച്ചോളൂ കേട്ടോ. Personal background information. This is includes information regarding the candidate name, date of birth, corresponds, and permanent resident address, material status, sex, nationality, parents' name, and their annual income. Number of dependents that give information to management about the candidate. Status of the family in society and background. Which determine this suitability to the organization and also the influence of all the factors of personality. എന്താ മനസ്സിലായി? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നൽകുന്നത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ പാരന്റ്സ് നെയിം, ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നറിയുന്നത്, പിന്നെ ഇന്ത്യൻ നാഷണാലിറ്റി. അതൊക്കെ നമ്മൾ രേഖപ്പെടുത്തി ആപ്ലിക്കേഷനിൽ പൂരിപ്പിച്ചു കൊടുക്കുന്നു. ഫാമിലി, സൊസൈറ്റി, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. വെരി ഗുഡ്, കറക്റ്റ് ആണ് പറഞ്ഞത്. അപ്പോ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അല്ലെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അഭിൻഷ വായിച്ചത്, കേട്ടതാണ്. ലെൻസ് വായിക്കേണ്ടല്ലോ. എന്തൊക്കെയാണ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കാറ്? നമ്മുടെ ഡീറ്റെയിൽസ് അല്ലെ, നെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ആനുവൽ ഇൻകം, അതുപോലെ തന്നെ സ്റ്റാറ്റസ്, നമ്മുടെ അഡ്രസ്സുകൾ അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. അത്രയുള്ള പോയിന്റ് കേട്ടോ, അത്രയും മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. ആര് വായിക്കും എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്? ജോസഫ് ജോൺ ആരാ? ഓക്കെ ഓക്കെ, ജോസഫ്. നെക്സ്റ്റ് വായിക്കാം. Education background consists of candidate education information such as school, college, universities, etc. Okay. It also includes information regarding post as in study, duration of study, medium of study, marks and rank achieved. It is the most important information for organization. Okay. എന്താ മനസ്സിലായോ? യൂണിവേഴ്സിറ്റി ഇവരൊക്കെ പഠിച്ചതിന് ഡീറ്റെയിൽസ്, സ്കൂളിൽ നിന്ന് കോളേജ്, UG, PG, ഡിപ്ലോമ, ഏത് മീഡിയം ആണ്, ഇംഗ്ലീഷ് ആണോ മലയാളമാണോ, സബ്ജക്ട്സ് ഏതൊക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ മാർക്സ്, റാങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് വർക്ക് എക്സ്പീരിയൻസ്. ഷീല എന്നായിരുന്നു പറഞ്ഞത്. എന്നോട് പറഞ്ഞത് ആരാ? ഞാൻ വായിക്കാന്ന് പറഞ്ഞത് ഷീജ. ഷീജ പോയാ? ഷീജിനെ കാണുന്നില്ലല്ലോ. ഓണാവുന്നില്ല. എന്നിട്ട് സൗണ്ട് ഇല്ലേ?
പറഞ്ഞു. Third one, work experience. This consists of the entire past job details. Greater stress is laid on the type of work, duration of work in each job, reasons for exit from the previous job, job duties or responsibilities handled, salary package, etc. This data updates the organization about the candidate's job stability, his behavior towards work, his attitude and loyalty towards the previous employers, etc. നമ്മുടെ നേരത്തെ ജോബ് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവരന്വേഷിക്കുന്നല്ലേ? ദ കൺസിസ്റ്റ് ഓഫ് എൻ്റയർ പാസ്റ്റ് ജോബ് ഡീറ്റെയിൽസ്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കാം? എന്തോ എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കാം കൊടുക്കേണ്ടത്? നമ്മള് സെക്കൻഡ് പോയിന്റിലുണ്ടല്ലോ, നമ്മള് ചെയ്ത വർക്കിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ആ ഓക്കെ ഓക്കെ കറക്റ്റ് ആണ്. ആ ഓക്കെ ഓക്കെ. പിന്നെ ഹാൻഡിൽ ചെയ്യുന്ന ജോലിയുടെ ഡ്യൂട്ടിയുടെ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യങ്ങൾ, അതിന്റെ ശമ്പളത്തിന്റെ പാക്കേജ്, സാലറി പാക്കേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് പറഞ്ഞു കിട്ടുക. ദിസ് ഡാറ്റ അപ്ഡേറ്റ്സ് ദ ഓർഗനൈസേഷൻ അബൌട്ട് ദി ജോബ് സ്റ്റെബിലിറ്റിനെ കുറിച്ചിട്ടുള്ള അറിവ് ഓർഗനൈസേഷനിൽ. പിന്നെ നമ്മുടെ സ്വഭാവ വർക്കിലുള്ള നമ്മുടെ അതിന്റെ ആറ്റിറ്റ്യൂഡും വിശ്വസ്തതയും എല്ലാം. അത് ശരിയല്ലേ? നെക്സ്റ്റ് ആർക്ക് പറയാൻ പറ്റും? ഒന്നും കൂടി വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? വിഷ്ണു. കൃഷ്ണ. ശ്രീജ പറഞ്ഞത് കറക്റ്റ് ആണ്. ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ആക്കി പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ആരുമില്ല. പറഞ്ഞവർക്കും പറയാൻ പേടി. ഹലോ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട് പോലെ. ക്ലിയർ ആവുന്നില്ലല്ലോ. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. എല്ലാ ജോബിലും ക്ലിയർ ഇല്ല കേട്ടോ വിഷ്ണു, ക്ലിയർ ഇല്ല. ഹലോ എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷെ ബാക്കി പറയുന്നത് കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഇല്ല. ശെൽബ ഒന്ന് പറയോ? ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഹലോ, റേഞ്ച് വർക്ക് ചെയ്ത ടൈം, അവിടെ വർക്ക് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം പറയണം. വിഷ്ണു ഒന്ന് മ്യൂട്ട് ചെയ്യോ? വിഷ്ണു ഒന്ന് മ്യൂട്ട് ചെയ്തേ. ശബ്ല പറഞ്ഞു. പ്രീവിയസ് ജോബിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കണം. എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്ത് ടൈപ്പ് വർക്കാണ് അവിടെ ചെയ്തത്, പിന്നെ എന്തുകൊണ്ടാണ് അവിടുന്ന് എക്സിറ്റ് ആവാനുള്ള കാരണം, പ്രീവിയസ് ജോബിന് ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്തത്, സാലറി പാക്കേജ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം. ശരിയാണോ?
കറക്റ്റ് ആണ്, മനസ്സിലായില്ല എല്ലാവർക്കും? പിന്നെ എങ്ങനെയൊക്കെയാണ് ആ ജോബിനെ കാണുന്നത്, എന്താ അവർക്ക് ലോയൽ ആയിരുന്നോ, എല്ലാ കാര്യങ്ങളും അറിയണം. എന്തുകൊണ്ടാണ് ആ ഉപേക്ഷിക്കാൻ കാരണം, എക്സിറ്റ് ചെയ്ത് പോരാൻ കാരണം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. ഇനി നമ്മള് ഈ ഡീറ്റെയിൽസ് ഒക്കെ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്? ഇത് വായിക്കണോ? ഇല്ലില്ല, പ്രീവിയസ് ആയിട്ടുള്ള എംപ്ലോയറുടെ കയ്യിൽ നിന്നാണ് അല്ലെ വാങ്ങിക്കുന്നത്. ആണോ? അദ്ദേഹം പറയുന്ന രീതിയിലാണല്ലേ റഫറൻസ് അല്ലേ? ഇനി നെക്സ്റ്റ്, വെരി ഗുഡ് കേട്ടോ. നെക്സ്റ്റ് സാലറി ആരാ? സ്മിതയാണോ വായിക്കുന്നത്? സാലറി ആരാ വായിക്കാം? മിസ്സിന് ആരാ പറഞ്ഞുതരാം? കേൾക്കാമോ? ആ, പറഞ്ഞോ മോളെ. Application forms also ask for the salary that the candidate is presently obtaining and what he is expecting from the organization. അതായത് നമ്മൾ ഓർഗനൈസേഷനിൽ നേരത്തെ ചെയ്ത ഓർഗനൈസേഷനിൽ എത്ര സാലറി ആണ് കിട്ടിയത്, ഇപ്പൊ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നാണ് അതിനകത്ത് പറയുന്നത്. ക്ലിയർ ആയില്ല എല്ലാവർക്കും? സാലറി നേരത്തെ നമ്മൾ വർക്ക് ചെയ്ത ഓർഗനൈസേഷനിൽ പ്രസന്റ്ലി അല്ലെ വാങ്ങിക്കുന്ന ശമ്പളം എത്രയായിരുന്നു, അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഓർഗനൈസേഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാലറി എത്രയാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി പേഴ്സണൽ ഐറ്റംസ് ആർക്ക് പറയാൻ പറ്റും? പേഴ്സണൽ ഐറ്റംസ് ഇതൊക്കെയാണ്. സിമ്പിൾ അല്ലേ? പറഞ്ഞു നോക്കിയേ, വേഗം ആവട്ടെ. അതിനകത്ത് പറയുന്നത് ഹോബീസിനെയും സ്പോർട്സ്, നമ്മളുടെ ആക്ടിവിറ്റീസിനെ ഒക്കെ കുറിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് പറയണത്. സ്പോർട്സ്, അതുപോലെ തന്നെ അസോസിയേഷൻ ഹോബീസ്, ലൈക്ക് ഡിസ്ലൈക്ക് അല്ലേ? അസോസിയേറ്റ് ചെയ്തേക്കണം, മെമ്പർഷിപ്പ്, അങ്ങനെ. ഇനി റഫറൻസ്, ജോസഫ് ജോൺ എന്ന് പറയോ? പേരറിയില്ലട്ടോ മിസ്സിന്. ജോസഫ് ജോൺ തന്നെയാണോ? ജോസഫ് തന്നെയാണോ? പ്രീവിയസ് ഓർഗനൈസേഷൻ റെഫറൻസ്, പ്രീവിയസ് ഓർഗനൈസേഷൻ. മുമ്പ് വർക്ക് ചെയ്ത ഹോസ്പിറ്റൽസിന് അതിന്റെ പേര് MD o CEO ക്വാളിറ്റി മാനേജർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്പർ, ഓർഗനൈസേഷൻ നെയിം, ഡെസിഗ്നേഷൻ, ഫോൺ നമ്പർ. ഒന്നുകൂടി പറയോ? ഒന്നുകൂടി പ്രീവിയസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത ആരെങ്കിലും നമ്പർ, നെയിം, ഡെസിഗ്നേഷൻ, ഫോൺ നമ്പർ, അസോസിയേറ്റഡ് വിത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണല്ലേ റഫറൻസുമായിട്ട് ബന്ധപ്പെട്ടത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? കണ്ടൻസിങ് അപ്ലിക്കേഷൻ ഫോം അല്ലേ നമ്മൾ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പോയിന്റ് പേഴ്സണൽ ഡീറ്റെയിൽസ്. ക്ലിയർ ആക്കി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും പോയിന്റ്സ് ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ പോയിന്റ്സ് പഠിക്കാനായിട്ട്? ഓക്കെ, കണ്ടൻസ് ഇൻ അപ്ലിക്കേഷൻ ഫോം എന്തൊക്കെയാണ്? പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ, നമ്മുടെ ഇൻഫർമേഷൻസ്, അതുപോലെ എഡ്യൂക്കേഷണലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ വർക്ക് എക്സ്പീരിയൻസ്, സാലറി, അതുപോലെ പേഴ്സണൽ ഐറ്റംസ്, റെഫറൻസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കണ്ടൻസ് ഇൻ അപ്ലിക്കേഷൻ ഫോമിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് അപ്ലിക്കേഷൻ ഫോം. എന്താണ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? അഡ്വാൻറ്റേജസ് എന്താണ് മീനിങ് വരുന്നത്? അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാല് ഗുണങ്ങളല്ലേ? ഓക്കെ, ഗുണങ്ങള്. എന്തൊക്കെയാണ് അപ്ലിക്കേഷൻസ് ഫോം കൊണ്ടുള്ള ഗുണങ്ങള്? അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് അപ്ലിക്കേഷൻ ഫോംസ്. ഫസ്റ്റ് വൺ എന്താണ്? A standardized application form. It gives a formal introduction of the potential applicant. എന്താണ് ഫോർമൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം ഫോർമൽ ഇൻട്രൊഡക്ഷൻ? ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം?
എന്തായിരിക്കാം ആപ്ലിക്കേഷൻ ഫോമില്? ഔപചാരികമായ അല്ലെ? ഔപചാരികമായിട്ടുള്ള ഒരു ആമുഖം. ആരെ കുറിച്ചാണ് നമുക്ക് ലഭിക്കുന്നത്? കാൻഡിഡേറ്റിനെ കുറിച്ച് അല്ലെ? അല്ലെങ്കിൽ അപ്ലിക്കൻസിനെ കുറിച്ച് നമുക്ക് ഏതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്? അപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഔപചാരികമായിട്ടുള്ള ഒരു ആമുഖം, ഫോർമൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഈ അപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി എന്താണ്? With the help of the application form, the firm is able to extract valuable information about the different applicants and compare them. എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പോയിന്റ്? With the help of the application form, the firm is able to extract valuable information about the different applicants and compare them. എന്തായിരിക്കാം? എക്സ്ട്രാക്ട് വാല്യബിൾ ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട് അല്ലെ? ആരെ കുറിച്ചിട്ടുള്ള എക്സ്ട്രാക്ട് വാല്യബിൾ ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത് അപ്ലിക്കേഷൻ ഫോമിൽ നിന്ന്? ആരെ കുറിച്ചിട്ടാണ്? വെരി ഗുഡ്, കാൻഡിഡേറ്റിനെ കുറിച്ചിട്ടല്ലേ? അപ്പൊ ഓരോരുത്തരും ഇപ്പോ ഒരാള് മാത്രമല്ല ഇന്റർവ്യൂവിന് വരുന്നത് അല്ലെ? പല ആളുകള്, പല തരത്തിലുള്ള ആളുകൾ വരാം അല്ലെ? അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരാൾക്കാരെ കമ്പയർ ചെയ്ത് ഏതാണ് സ്കില്ലുള്ളത്, ഏതാണ് കൂടുതൽ എലിജിബിലിറ്റി ഉള്ളത്, ഏതാണ് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളത്, ഏതാണ് നമ്മുടെ ഓർഗനൈസേഷൻ കൂടുതൽ ആക്ട് ആയിട്ടുള്ള ആള്, നമുക്ക് അതിൽ നിന്ന് തെരഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ്? The firm has the right to reject the potential applicant who does not meet the minimum job qualification after the proper screening of the applicant. എന്തായിരിക്കാം point? The firm has the right to reject the potential applicant who does not meet the minimum job application after proper screening of the applicant. എന്തായിരിക്കാം? പറഞ്ഞു നോക്കിയേ. വെരി ഗുഡ്. എന്താണ് ക്വാളിഫിക്കേഷൻ അല്ലെ? നമ്മുടെ കമ്പനിയിലേക്ക് യോജിച്ച ആളെല്ലാം വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? എടുക്കോ? വന്നോ? നാളെ തന്നെ ജോലിക്ക് വന്നോ എന്ന് പറയോ? എന്താ ചെയ്യാ? റിജക്ട് ചെയ്യോ അല്ലെ? ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ നോക്കി എടുക്കുന്നത് എങ്ങനെയാണ്? പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രീനിങ്ങിലൂടെയാണ് നമ്മൾ അപ്ലിക്കന്റിനെ സെലക്ട് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നമ്മളുടെ കമ്പനിക്ക് യോജിച്ചതല്ല, അങ്ങനെയുള്ള സ്കില്ലില്ല, നോളജ് ഇല്ല, എബിലിറ്റി ഇല്ല, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്ത് കളയും. ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റ് എന്താണ്? It helps in forming a basic to start a conversation in the process of an interview. Last point എന്ന് പറഞ്ഞേ. It helps in forming a basic to start a conversation in the process of an interview. ആരുമായിട്ടാ കോൺവെർസേഷൻ നടത്തുന്നത്? നമ്മള് ആരൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് കോൺവെർസേഷനില്? എംപ്ലോയർ ആൻഡ് കാൻഡിഡേറ്റ് അല്ലേ? ഓക്കെ, എംപ്ലോയർ ആൻഡ് എംപ്ലോയി അല്ലേ? റിക്രൂട്ടർ ആൻഡ് റിക്രൂട്ടി പറയാറില്ലേ നമ്മള്? ഓക്കെ, രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ സ്റ്റാർട്ട് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ? എംപ്ലോയറും എംപ്ലോയിയും അല്ലെങ്കിൽ എന്താണ് കാൻഡിഡേറ്റും അതുപോലെ തന്നെ എംപ്ലോയറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തുടങ്ങുന്നതിനെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അഡ്വാൻറ്റേജസ് 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ആദ്യം പറഞ്ഞത് എന്താണ്? ഒരു ഫോർമൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ? കാൻഡിഡേറ്റിനെ കുറിച്ചിട്ട് ഒരു ഫോർമൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ ലഭിക്കുന്നു. അതുപോലെ തന്നെ എക്സ്ട്രാക്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ? കാൻഡിഡേറ്റ്സിനെ കുറിച്ച് എക്സ്ട്രാക്ട് ആയിട്ടുള്ള വളരെ വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ ഓരോ അപ്ലിക്കൻസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല ആക്ട് ആയിട്ടുള്ള ആളുകളെ കമ്പയർ ചെയ്ത് അതിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോപ്പർ സ്ക്രീനിങ്ങിന് ശേഷമാണ് നമ്മൾ അപ്ലിക്കന്റിനെ നമ്മൾക്ക് യോജിച്ച
എന്താണ് ഓർഗനൈസേഷനിലോട്ട് യോജിച്ച സ്കില്ലുള്ള നോളജ് ഉള്ള എബിലിറ്റി ഉള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നത് പ്രോപ്പർ സ്ക്രീനിങ്ങിന് ശേഷം. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് രണ്ടുപേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണല്ലേ? ഇത്ര വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് പഠിച്ചിട്ട് വരണം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളല്ലേ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയും വരെ വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇത്രയും എടുത്തതില് അഡ്വാൻറ്റേജ് വരെയാണ് മിസ് എടുത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. താങ്ക് യു.